കേരള ഡേയ്സ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്തെ APL BPL കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിച്ചിരിക്കേണ്ടതുമായ വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻസ് ആണ് കേരള ഡേയ്സ് മീഡിയ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിലായിരുന്നു സംസ്ഥാനത്തെ റേഷൻ വിതരണവും അതുപോലെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും നടന്നിരുന്നത്. എന്നാൽ ഇനി അതിന് വലിയ മാറ്റം വരികയാണ്. ഇനി മുതൽ നമ്മുടെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് കേന്ദ്ര സർക്കാർ ആയിരിക്കും. സംസ്ഥാനത്തെ സോഫ്റ്റ്വെയർ മാറ്റി കേന്ദ്രീകൃത സോഫ്റ്റ്വെയറിലേക്കാണ് നിലവിലെ സംവിധാനം മുഴുവനും മാറുന്നത്. സ്മാർട്ട് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അഥവാ സ്മാർട്ട് PDS എന്ന സംവിധാനത്തിന് കീഴിലേക്കാണ് സംസ്ഥാനത്തെ റേഷൻ വിതരണ സംവിധാനങ്ങളെല്ലാം മാറുന്നത്. ഈ സിസ്റ്റത്തിലേക്ക് മാറുന്നതോടെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് പുതുതായിട്ടുള്ള റേഷൻ കാർഡുകൾ അവതരിപ്പിക്കും. മാത്രമല്ല, നിലവിലുള്ള റേഷൻ കാർഡ് BPL കാർഡിലേക്ക് മാറുവാൻ ആഗ്രഹിക്കുന്നവരുടെ അപേക്ഷകളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഇനി മുതൽ സംസ്ഥാന സർക്കാരിന്റെ മേൽനോട്ടത്തിൽ ആയിരിക്കില്ല. അതെല്ലാം ഇനി കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്നതനുസരിച്ചായിരിക്കും നടത്തപ്പെടുക. ഇതോടൊപ്പം അരിയും ഗോതമ്പും മാത്രമല്ല മറ്റുൽപ്പന്നങ്ങളും റേഷൻ കാർഡ് ഉടമകളിലേക്ക് എത്തിച്ചേരും. കൂടാതെ റേഷൻ വിതരണത്തിൽ തടസ്സം നേരിട്ടാൽ നമ്മൾ വാങ്ങേണ്ടി വരുന്ന ഭക്ഷ്യധാന്യത്തിന് തുല്യമായ വിഹിതത്തിന്റെ തുക നമ്മുടെ ആധാറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകളിൽ കേന്ദ്ര സർക്കാർ നേരിട്ട് കൈമാറുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ജനപ്രിയമായേക്കാവുന്ന പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. സ്മാർട്ട് PDS എന്ന് പറയുന്ന കേന്ദ്രീകൃത സോഫ്റ്റ്വെയറിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിതരണ സംവിധാനം മാറ്റപ്പെടുന്നതോടെ നമ്മുടെ എല്ലാം റേഷൻ വാങ്ങലും റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കേന്ദ്ര സർക്കാരിന്റെ മേൽനോട്ടത്തിലായിരിക്കും നടക്കുക. മാത്രമല്ല, റേഷൻ വിതരണത്തിന്റെ ഏതെല്ലാം മേഖലകളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താം എന്നൊക്കെ കേന്ദ്ര സർക്കാരിന് തീരുമാനിക്കാനും കഴിയും. അതായത് നമ്മുടെ സംസ്ഥാനത്ത് അരിയും ഗോതമ്പും ലഭിക്കുന്നതോടൊപ്പം തന്നെ മറ്റ് ധാന്യങ്ങൾ ഉൾപ്പെടെ വിതരണം ചെയ്യുന്നതിന് ഇനി മുതൽ സാധിക്കും. കിറ്റുകളുടെ വിതരണം ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിന്റെ മേൽനോട്ടത്തിൽ നടത്തുന്ന ഈ രീതിയിലൂടെ 29 രൂപയ്ക്ക് ലഭിക്കുന്ന ഭാരത് റൈസ് പോലുള്ള അരിയും ഭാരത് ആട്ടയും ഭാരത് ദാലും എന്നിവയൊക്കെ നമ്മുടെ റേഷൻ കടകളിലൂടെ ഇനി മുതൽ കിട്ടുവാൻ സാധ്യതയുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകൾ കൂടി ഉള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും മേഖലയിൽ ഭക്ഷ്യവിതരണത്തിൽ കുറവ് വരികയോ സാധാരണക്കാർക്ക് ആനുകൂല്യം ലഭിക്കാതെ വരികയോ ചെയ്താൽ അതിന്റെ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിക്കേണ്ട ഭക്ഷ്യവിഹിതത്തിന് തുല്യമായിട്ടുള്ള ഒരു തുക നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നൽകാൻ സാധിക്കും. കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന സമയത്ത് BPL റേഷൻ കാർഡിലേക്കുള്ള അപേക്ഷകൾ സംസ്ഥാന സർക്കാരിന് സ്വീകരിക്കാൻ സാധിക്കും. റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ നൽകേണ്ട ആനുകൂല്യങ്ങൾ, മുൻഗണനാ വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ തുടങ്ങിയവയിലെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന ഒരു സംവിധാനം വരും. സ്മാർട്ട് PDSന്റെ കീഴിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിതരണ സംവിധാനം മാറ്റുന്നതിലൂടെ സംസ്ഥാനത്തെ റേഷൻ സംബന്ധമായ എല്ലാ കാര്യങ്ങളും മുൻകൈയെടുക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നു. എന്നാൽ നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ കൂടി ഇതിനോട് സഹകരിക്കേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാരും റേഷൻ വ്യാപാരികളും ഒക്കെ ഇതിനോട് സഹകരിച്ചാൽ കേരളത്തിലെ റേഷൻ വിതരണ സംവിധാനത്തിൽ മൊത്തത്തിൽ മാറുന്നതിനും സാധ്യതയുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് കേരള ഡേയ്സ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ കേരള ഡേയ്സ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.